ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ അതുപോലെ കുറച്ച് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞു പിടിയാണ് കേട്ടോ. അപ്പോൾ ഓട്സ് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അക്കൂനെ തുറന്നിട്ട് പിന്നെ മോള് കൂടൊക്കെ കഴുകി. അപ്പോൾ ഇന്ന് മോൾക്ക് കോളേജിലോട്ട് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ മോളൂടെയാണ് പോകുന്നത്. അങ്ങനെ ഇന്ന് നല്ല മഴയായിരുന്നു. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ട് കുഞ്ഞു പിടിയായിട്ട് ഇടാമെന്ന്. അങ്ങനെ അക്കൂനുള്ള പാലെടുത്ത് വെച്ചു. പിന്നെ അതുപോലെ എനിക്കുള്ള ചായയും അങ്ങനെ കുറച്ച് ഓട്സിനുള്ള പാല് കാച്ചി വെച്ചത്. അപ്പോൾ മോള് കിഴങ്ങ് കറിയും നമ്മൾ ചപ്പാത്തി ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഈ തേങ്ങാപ്പാൽ വേവിക്കുന്ന കിഴങ്ങ് കറിയാണ്. എന്നിട്ട് ഈ ചപ്പാത്തിക്കകത്ത് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് കഴിക്കാനായിട്ട് കേട്ടോ. അവൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അങ്ങനെ അത് തയ്യാറാക്കുന്നു. അപ്പോൾ ഇന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇവർ പോകുന്നതുകൊണ്ട് പിന്നെ ചോറ് വെച്ചാലേ പാത്രം കഴുകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ചേട്ടൻ വരുമ്പം ചോറ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവർ താമസിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശക്കല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് ഓട്സ് കാച്ചി വെച്ചത്. അപ്പോൾ മോന് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു കേട്ടോ. അവന് ചെറിയ ജലദോഷവും വയറുവേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ച് കുഴപ്പമൊന്നുമില്ല, പനിയുടെ ഒന്നും അല്ലെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ രാവിലെ അത് ഉള്ളിയൊക്കെ അരിയാൻ നിൽക്കുക. അപ്പോൾ ഞാൻ ചിരിക്കാൻ പറഞ്ഞു, രാവിലെ ഇങ്ങനെ ചിരിയൊന്നുമില്ല കേട്ടോ. ഒന്നാമതൊക്കെ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറേയൊക്കെ ജോലികളൊക്കെ സഹായിച്ച് കൊടുത്തു. പിന്നെ ഒതുക്കാനും പറക്കാനുമുള്ള എല്ലാം ഞാനങ്ങ് ചെയ്തു, കാരണം മോൾക്ക് പിന്നെ ഒന്നിനും സമയം കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഓട്സ് നല്ല പാലൊക്കെ ഒഴിച്ച് നല്ല വേവിച്ച് കാച്ചെടുക്കുക. അപ്പോൾ മോൾക്ക് ഒരുപാട് വേവിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് കുറച്ചിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്ന ഇഷ്ടം. പിന്നെ അവൾക്ക് കുറച്ച് കോരിയൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്കുള്ളത് കാച്ചിയൊക്കെ വെച്ചു. അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കിഴങ്ങൊക്കെ അങ്ങ് വേവിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉള്ളി വേറെ വഴറ്റി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ തക്കാളിയൊക്കെ ചേർക്കും, തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കത്തുള്ളൂ, വെള്ളമൊന്നും ചേർക്കത്തില്ല. അങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി മഴയാണ്, കുറേ ദിവസമായിട്ട് മഴയാണല്ലേ. അങ്ങനെ അക്കു മേളിൽ കയറി, കാരണം കൂട് കഴിയുക അവനെ ഇട്ട് അടയ്ക്കുമെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട്, കുക്കറിൽ കിഴങ്ങും വേവിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചേർക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ചിലവർ കിഴങ്ങിനകത്ത് തക്കാളി ചേർക്കാറില്ല. അങ്ങനെ തേങ്ങാപ്പാൽ വറ്റിച്ച നമ്മളെ കിഴങ്ങ് കറിയും തയ്യാറായി. ഇനി ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി പിന്നെ നമ്മൾ ചപ്പാത്തി ഇടണം. ചപ്പാത്തി ഇട്ടിട്ട് ഇതിങ്ങനെ തേച്ച് ഇങ്ങനെ ചുരുട്ടി വെക്കും കേട്ടോ. അങ്ങനെ പിന്നെ പോയി റെഡിയായി. അപ്പോൾ ഞാൻ പിന്നെ ഇനി പൊതുക്കൊന്നും വേണ്ട, അതൊക്കെ ഞാനങ്ങ് ചെയ്തോളാം, തുടയ്ക്കുന്നില്ലല്ലോ, തൂത്തിട്ടാൽ മതിയില്ല. അങ്ങനെ ഞാൻ ഒരു പൊട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനെ പൊട്ടൊക്കെ വെച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ടി ഒരു ഉമ്മ വന്നിട്ട് പോകും. അങ്ങനെ ഒരു ഉമ്മയൊക്കെ തന്ന് അങ്ങനെ അവർ പിന്നെ പോകാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് റെയിൻകോട്ട് എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ, അല്ലെങ്കിൽ മഴ എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല, പെയ്ത് നിൽക്കില്ലേ. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.